നമ്മുടെ ഷെക്കൈന ടെലിവിഷനിൽ ഒരു പുതിയ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. തീ പിടിച്ചവർ. ഈശോയുടെ ആഹ്വാനം ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന നമ്മുടെ കർത്താവിൻ്റെ ആ കൽപ്പന ഏറ്റുവാങ്ങിയ ശിഷ്യന്മാർ പെന്തക്കോസ്താ തിരുനാൾ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്ന് അവർ ശക്തി പ്രാപിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അവർ കടന്നുപോയി. അതിലൊരുവൻ മാർത്തോമാ ശ്ലീഹ നമ്മുടെ രാജ്യത്തിലേക്ക്, നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കടന്നു വന്ന് സുവിശേഷത്തിൻ്റെ തീ കത്തിച്ചു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വാസം സ്വീകരിച്ചു. തലമുറകളായി സഭയിലൂടെ വിശ്വാസം കടന്നു വന്ന് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും എത്തി നിൽക്കുകയാണ്. ആരൊക്കെ തോമാസ് ശ്ലീഹ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പകർന്നു നൽകിയ ആ സുവിശേഷം കേൾക്കുന്നു, ആ കേട്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് അന്ന് മാർക്കോസിൻ്റെ ആ മാളികയിൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ഇന്നും അനേകരെ തീ പിടിപ്പിക്കുന്നു. അങ്ങനെ തീ പിടിച്ച അനേക സഹോദരങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നേട്ടമായിരുന്ന മറ്റ് സകല കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതി ഉച്ഛിഷ്ടം പോലെ ഉപേക്ഷിച്ച് സുവിശേഷത്തിനായി, സുവിശേഷ പ്രഘോഷണത്തിനായി, സുവിശേഷത്തിൻ്റെ പ്രചാരത്തിനായി തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച അനേക വ്യക്തികളെ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി, തനിക്ക് നേട്ടമായിരുന്ന കോടികളുടെ വരുമാനം, ഒരു മദ്യ വ്യവസായി എന്ന നിലയിൽ തനിക്ക് ഒരു വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപനെന്നുള്ള ആ അവസ്ഥ പോലും വേണ്ട എന്ന് വെച്ചിട്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഔസേപ്പച്ചൻ പുതുമന. നമ്മൾ അദ്ദേഹത്തെ ധാരാളമായിട്ട് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. ബ്രദറെ, സ്വാഗതം. ഷെക്കൈന ടെലിവിഷൻ്റെ തീ പിടിച്ചവർ എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ്. ഇന്ന് മനുഷ്യർ പണത്തിൻ്റെ പുറകെ പരക്കം പായുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോടികളുടെ വരുമാനം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മദ്യ വ്യവസായിയായിരുന്ന ഔസേപ്പച്ചൻ ചേട്ടൻ എന്തുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് താരതമ്യേന അത്ര വിലയൊന്നും മനുഷ്യർ കൽപ്പിക്കാത്ത ഈ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? 1989 ഡിസംബർ 15 എൻ്റെ 36-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു 5 ദിവസത്തെ ധ്യാനം കൂടാനിട വന്നു. എവിടെയായിരുന്നു ധ്യാനം കൂടിയത്? ആ ധ്യാനം താബോർ ധ്യാനകേന്ദ്രത്തിലായിരുന്നു. ഏഴുമുട്ടം. ആ ധ്യാനത്തിൽ വെച്ച് ദൈവം സ്നേഹമാണ് എന്നൊരു വ്യക്തിപരമായ ബോധ്യം കിട്ടില്ല. ഞാനൊരു നാമമാത്ര കെസായിരുന്നു. ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കൂദാശകളൊക്കെ സ്വീകരിക്കുന്നു. അതൊന്നും വലിയ ബോധ്യത്തിലോ വിശ്വാസത്തിലോ ആയിരുന്നില്ല. ആ ധ്യാനത്തിൽ വെച്ച് ദൈവം സ്നേഹമാണ് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ലഭിച്ചു. അതായത് ഒരു മദ്യപാനിയായ അല്ലെങ്കിൽ ഒരു മദ്യ വ്യവസായി തന്നെയായിരുന്ന എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള വ്യക്തിപരമായ ബോധ്യം. അതിനു മുമ്പ് അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായിരുന്നു? ഒരു അറിവുണ്ട്, ദൈവം സ്നേഹിക്കുന്നു, ബൈബിൾ വായിച്ചിട്ടുണ്ട്, അച്ഛന്മാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്, പക്ഷെ ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല, ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. ആ അനുഭവം ഒരു ബോധ്യമായി മാറി. ആ ബോധ്യത്തിന്റെ ലെവലിൽ ദൈവത്തെ സ്നേഹിക്കണമെന്ന് എനിക്കും തോന്നി. ഞാൻ പാപത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം. നമ്മളൊക്കെ സ്നേഹിക്കുന്നവരാണ്. നന്നായി കഴിഞ്ഞതിന് ശേഷമല്ല. അല്ല, ഞാൻ വെറും പാപത്തിൽ മദ്യം കുടിച്ചും പാപം ചെയ്തും ഉദാശകൾ പോലും ശരിക്കും നോക്കാതെ ജീവിച്ച കാലഘട്ടത്തെ പോലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്ന വലിയൊരു അപകടം, മരണകരമായ ഒരു അപകടം, ആ അപകടത്തിൽ നിന്ന് ദൈവം എന്നെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിച്ചൊരു അനുഭവം. എന്തായിരുന്നു ആ അപകടം? ആ സംഭവം ഇതാണ്. ഞാൻ 1982 ഞാൻ അന്ന് എല്ലാ ദിവസവും രാത്രി നടന്നു പോകുന്നൊരു വഴി, വെളിച്ചൊന്നുമില്ലാതെ പോകുന്നു, സാധാരണ വലിയ സ്ട്രീറ്റ് ലൈറ്റിനെ വെളിച്ചത്തേ ഉള്ളൂ. അന്ന് പകല് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഹൈന്ദവ സഹോദരൻ, എനിക്കൊരു ടോർച്ച് തന്നു. ഒരു ഹാൻഡിയായ നല്ലൊരു ടോർച്ച്, ചെറിയ ടോർച്ച്. ആദ്യമായി 6 വർഷം കൂടി ആ ടോർച്ച് തെളിച്ചു പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. വീടിനോട് 50 മീറ്റർ അടുത്തു ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കാണുകയാണ് എൻ്റെ അടുത്ത കാലെടുത്ത് വെക്കേണ്ടത് ഒരു വലിയൊരു മഞ്ചട്ടി പാമ്പിന് പാമ്പ്. പെട്ടെന്ന് ഞാൻ കാലപുറകോട്ട് വലിച്ചു വെച്ചു. ആ പാമ്പ്, അന്ന് എനിക്ക് 28 വയസ്സേ ഉള്ളൂ. ഏത് പാമ്പിനെയും ഞാൻ കൊല്ലുന്നൊരു വ്യക്തിയാണ്, ധൈര്യമുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ വലിയ പാമ്പിൻ്റെ മുന്നിൽ ഞാൻ ഭയപ്പെട്ടു പോയി. വീട്ടിലേക്ക് വഴിമാറി വീട്ടിൽ ചെന്നു.
അങ്ങനെ അന്നെനിക്ക് 12 ബോർ തോക്കുണ്ട്. ആ തോക്കുമായിട്ട് വന്ന് ആ പാമ്പനെ വെടിവെച്ചു. വെടിവെച്ച് കൊന്നു. അതിനൊരു വലിയ കുഴി കുത്തി കുഴിക്കകത്തിട്ട് മൂടി ഒരു കല്ലെടുത്ത് വെച്ചു. അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ സമയം നല്ലതാ, എൻ്റെ സമയം നല്ലതാ, ഞാൻ ഭാഗ്യമുള്ളവനാ. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. എന്തെങ്കിലും നന്മ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു ചിന്തയെ വരുന്നില്ല. ഞാൻ ഭാഗ്യമുള്ളവനാ, എനിക്ക് എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ അങ്ങ് മാറുന്നു. പിന്നീട് ഈ ധ്യാനം കൂടുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, ഏഷ്യ 49:15, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുമോ? എൻ്റെ ജീവിത പങ്കാളിക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ അവിടെ പാമ്പ് കിടക്കുന്നു? ഞാൻ ദൈവത്തെ അറിയാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ പാപം ചെയ്ത് വേദനിപ്പിച്ച് ജീവിച്ച കാലഘട്ടത്തിൽ പോലും എന്നെ ഒരു ഹൈന്ദവനായ സഹോദരനിലൂടെ ഒരു ടോർച്ചിലൂടെ കൊടുത്തു വിട്ടതാ. 6 വർഷം ഇരുട്ടത്ത് പോയ വഴിയത്. ആദ്യമായിട്ട് ഞാൻ ടോർച്ച് പിടിച്ചു പോകുന്നത്. ആ ടോർച്ചിനെ വിളിച്ചു അന്ന് എനിക്ക് ആ വ്യക്തി തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ കാണില്ല. പക്ഷെ അതൊരു ധ്യാനം കൂടിയപ്പോൾ എനിക്ക് തിരിച്ചറിവ് വന്നു, ദൈവത്തിൻ്റെ ഒരു സ്നേഹം, ദൈവത്തിൻ്റെ ഒരു കരുതൽ, ദൈവത്തിൻ്റെ ഒരു വഴി നടത്തൽ, പരിപാലന ഞാൻ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഞാൻ ആ ദിവസം മുഴുവൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് കരഞ്ഞു. അത് വർഷങ്ങൾക്ക് ശേഷം, 6 വർഷത്തിന് ശേഷം ആ അനുഭവം, ദൈവം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുള്ള തിരിച്ചറിവ്, ആ ദൈവത്തെ എനിക്കും സ്നേഹിക്കണം എന്നുള്ള വലിയൊരു ഒരു കൃപയിലേക്ക് അത് മാറി. പിറ്റേ ദിവസം പാപത്തിന് ക്ലാസ്സിലാക്കിയ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണല്ലോ ഞാൻ ഇക്കാലം അത്രയും പാപം ചെയ്ത് വേദനിപ്പിച്ചത് എന്നുള്ള ചിന്ത എനിക്ക് വലിയ പാപവും നൽകി. ഞാൻ നല്ലോണം ഒന്ന് കുമ്പസാരിച്ചു. കുമ്പസാരമുണ്ട്, പക്ഷെ അത് എന്തിനാന്ന് അറിയത്തില്ല, അതിന്റെ ഡെപ്ത് അറിയില്ല. ഒരു ചടങ്ങ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കണ്ണീരോടൊന്ന് കുമ്പസാരിക്കുന്നത്. ആ കുമ്പസാരം കഴിഞ്ഞിരിക്കുന്ന അനുഭവം ഉണ്ടായി. 1000 കിലോ ഭാരം എൻ്റെ തലയിൽ നിന്ന് പോയൊരവസ്ഥ. വളരെ ഫ്രീ ആയി. അതിനുശേഷം അവിടെ പറഞ്ഞ ഓരോ വചനങ്ങളും എൻ്റെ മനസ്സിൽ പതിഞ്ഞു. അവിടെ പറഞ്ഞ ചില വചനങ്ങൾ എന്നെ സ്പർശിച്ചു. ആ വചനമാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഫാദർ ജെയിംസ് മഞ്ഞാക്കലച്ചൻ എന്ന അച്ഛൻ ഇന്നും നേടിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ. അപ്പോൾ അതിനുശേഷം എന്താ ഒരു സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് വരാനായിട്ട് ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ തീരുമാനമുണ്ടായി. അതൊരു പ്രത്യേക അവസ്ഥയിലാണ്. ഞാനിപ്പോൾ അനുദപിച്ച് കുമ്പസാരിച്ചെങ്കിലും ഞാനൊരു മദ്യവ്യവസായം പാവമാണ് എനിക്ക് അന്നേരം തോന്നിയിട്ടില്ല. 2 ദിവസം വൈകുന്നേരം അച്ഛൻ കൗൺസിലിംഗ് എന്നെ വിളിക്കുക. എന്നോട് അച്ഛൻ ചോദ്യം ചോദിക്കുക, ഇതിനു വേണ്ടി ധ്യാനിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സമാധാനം കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞോളൂ. എവിടുന്നാണ് വരുന്നത്? കാസർഗോഡ് നിന്നാണ്. ജോസഫച്ചൻ എന്താ ജോലി? എൻ്റെ ജോലി അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ജോലിയാണ് അച്ഛന്മാരോട്. ഞാൻ പറഞ്ഞു, അച്ഛാ കാസർഗോഡ് ഒരു ഹോട്ടലും ലോഡ്ജും നടത്തും. ആ ഹോട്ടലിൽ ഇവർ കാവേരി ഹോട്ടലെന്നാണ്. ഈ ബാറാണെന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞ് അച്ഛന്മാർ സമ്മതിക്കുക. അപ്പം ഞാൻ അത്രയും പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛനാ, ദർശനമുള്ള അച്ഛനാ. അച്ഛനെങ്ങനെ ശുശ്രൂഷിച്ചു പ്രാർത്ഥിച്ച് പറഞ്ഞു, മറ്റെന്തെങ്കിലും ജോലി ഉണ്ടെന്ന് ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ദർശനത്തിൽ കാവേരി ബാറൊന്നും കൂടെ അച്ഛനെ കിട്ടിക്കാണുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അച്ഛാ അതിൻ്റെ അടുത്തൊരു ചെറിയ ബാറുണ്ട് അച്ഛാ, ഒരു ചെറിയ ബാർ അതിൻ്റെ അടുത്തുണ്ട് അച്ഛാ. ചെറിയ ബാർ എന്ന് പറഞ്ഞാൽ വല്ല കൂൾ ബാറോ മറ്റോ ആണോ എന്ന് അച്ഛനോട് ചോദിച്ചു. അല്ല അച്ഛാ, ബ്രാൻഡിയും ബിസ്കിയും റമ്മ നിൽക്കുന്നുണ്ട്. അച്ഛൻ കുറച്ച് ചാടി എഴുന്നേറ്റ് ഒരു ബൈബിളുമായിട്ട് അച്ഛനൊരു പ്രാർത്ഥന തലേ കൈവച്ച്, കർത്താവായ ഈശോയെ, ഈ മാനും വേണ്ടി കൂടിയാണല്ലോ നീ കുരിശിൽ വിറഞ്ഞു മരിച്ചത്. ഈ മാനി ചെയ്യുന്ന കാര്യങ്ങൾ അവൻ എന്തെന്ന് അവൻ അറിയുന്നില്ല. കർത്താവ് അവന് പാപബോധം കൊടുക്കണമേ. മദ്യം കൊടുത്ത് 10,000 നശിപ്പിക്കുന്ന മകന് ഉത്തമ വിശ്വാസം കൊടുക്കണമേ, പാപബോധം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചൊരു ബൈബിൾ തുറന്നൊരു വചനം എടുത്തിരിക്കും. ആ വചനമാണ് മർക്കോസ് 9:42. ആ വചനം ഇതാണ്: ഈ ചെറിയ പേരിൽ ഒരുവന് പാപത്തിന്റെ പ്രേരണ നൽകുന്നവൻ ആരോ അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി കടലെറിയപ്പെടും. അതൊരു ഇടിവാൾ പോലെ ചങ്കത്തട്ടി. അതിപ്പം ഞാനിപ്പോ അനേക ആയിരങ്ങളെ മദ്യം കൊടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാറിൽ നടന്ന അടിപിടി, വഴക്ക്, അവിടെ ഉണ്ടായ പല സംഘർഷങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ പോകും. കാസർഗോഡ് ടൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു വർഗീയ സംഘർഷം നിറഞ്ഞ ടൗണാണ്. അവിടെ എന്നും വർഗീയ സംഘർഷം ഉണ്ടാവുമോ അന്ന് എൻ്റെ ബാറിൽ കളക്ഷൻ കൂടും. കാരണം വെച്ചാൽ ഈ മദ്യപാനികൾ ഇവർ കത്തിക്കാൻ മൂർച്ച കൂട്ടുന്ന എൻ്റെ ബാറിൽ വന്നിട്ടാണ്. ഇവർ കത്തിയായിട്ട് വന്നിട്ട് ഒരു മുറിക്കകത്ത് ഇവർ 5-8 പേര് വന്നിരുന്ന് മദ്യപിച്ചിട്ട് തീരുമാനം എടുക്കുക, പ്ലാൻ ചെയ്യുന്ന നമുക്ക് മമ്മനെ തട്ടണം. അങ്ങേ മുറിക്കകത്ത് കുറേ ആൾക്കാർ നിന്ന് കൃഷ്ണനെ തട്ടണം. ഇവർ തട്ടുന്ന തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ ബാറിൽ കളക്ഷൻ കൂടുക. ഇതെല്ലാം ലാഭമാണെന്ന് വിചാരിച്ച് ഞാൻ ഈ വചനത്തിന് വെളിച്ചത്തെ ഞാൻ തിരിച്ചറിഞ്ഞു, ദൈവമേ ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണല്ലോ. ഈശോ അവിടെ പറഞ്ഞ വചനം ഞാൻ ഓർക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ഈശോ രക്തം നൽകി എന്നെ സ്നേഹിച്ചു, ഞാൻ മദ്യം കൊടുത്ത് സ്നേഹിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ യാതൊരു ചേർച്ചയുമില്ല. ഞാൻ അന്ന് ആ ധ്യാനത്തിൻ്റെ 4-ാം ദിവസം
തീരുമാനമെടുത്തു. ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. വളരെ അത് വിപ്ലവകരമായ ഒരു തീരുമാനത്തിലേക്ക് വന്നു. ആദ്യം എനിക്കത് സാധിച്ചില്ല. ധ്യാനത്തിന്റെ 4-ാം ദിവസം അവിടെ കേട്ടൊരു വചനം, മർക്കോസ് 8:36-37. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ നിനക്കെന്ത് വരാം. ഈ തീരുമാനം ആരോടായിരുന്നു ഞാനിങ്ങനെ ആദ്യമായിട്ട് അല്ല, ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ കേൾക്കുകയാണ്, ഔസേപ്പച്ച, ലോകത്തുള്ള ബാർ ഹോട്ടൽ മുഴുവൻ നിന്റേതായാലും, ലോകത്തുള്ള സകല സമ്പത്തും നിന്റേതായാലും, നിന്റെ ആത്മാവിന് മറവിലേ നീ കൊടുക്കും. ആ വചനം എന്നെ ചിന്തിപ്പിച്ചു, ആഴത്തിൽ അങ്ങോട്ട് ചിന്തിപ്പിച്ചു. അതുവരെ ഞാൻ അങ്ങനെ ഈ ആത്മാവിനെ പറ്റി, ആത്മരക്ഷയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഈ ലോക ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. ഈ വചനം, മരണാനന്തര ജീവിതം എനിക്കുണ്ട്, അത് നേടിത്തരാനാണ് യേശു കുരിശിൽ മരിച്ചത് എന്നുള്ള തിരിച്ചറിവ് ലഭിച്ച ഞാൻ, അന്ന് എനിക്ക് 10 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. തുടങ്ങിയിട്ട് 2 വർഷമായുള്ളൂ. കാലാകാലത്തേക്കുള്ള ബാർ ലൈസൻസ് ആണ്. ഈ ലോകത്തിന്റെ വലിയ അംഗീകാരം നേടിത്തരുന്നതാണ്. വലിയ വലിയ ഓഫീസേഴ്സ്, രാഷ്ട്രീയക്കാരൊക്കെ എൻ്റെ അടുത്ത് ക്യൂ നിൽക്കുക പണത്തിനും പ്രശസ്തിക്കും വേണ്ടി. ഇതെല്ലാം ഉച്ഛിഷ്ടമായി ചപ്പും ചോർമായി തള്ളാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 4-ാം ദിവസം തീരുമാനമെടുത്തു. അങ്ങനെ 1990 മാർച്ച് 30-ാം തീയതി കാസർഗോഡ് ടൗണിലെ ഏക ബാറായ കാവേരി ബാർ അടച്ചങ്ങ് പൂട്ടി. യേശു നാമത്തിൽ അടച്ചു. ഈ തീരുമാനം ആരോടാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ പങ്കുവെച്ചത്? ആരോടാ? ഞാൻ ഈ തീരുമാനം ആദ്യം വന്ന് വീട്ടിലാണ് പങ്കുവെക്കുന്നത്. ഭാര്യയോട് പറഞ്ഞു? ഭാര്യയോട് എനിക്ക് വലിയ സന്തോഷം. ഭാര്യയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? വലിയ സന്തോഷമായി. ഈ ബാർ അടയ്ക്കണമെന്ന് അധികം പറഞ്ഞില്ലേലും ഈ ബാറിന്റെ ദുരന്തം അനുഭവിക്കുന്ന ഒരാളാണ് എൻ്റെ ഭാര്യ. കാരണം ഞാൻ 3-4 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട ഭാര്യ, മക്കളെ വളർന്ന ഭാര്യ, അവർക്ക് അവരൊന്ന് സ്നേഹിക്കാനോ ഈ പിള്ളേരെ ഒന്ന് തലോലിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല. ഞാനിങ്ങനെ പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ഇങ്ങനെ ഈ തീരുമാനം എടുത്തപ്പോൾ എൻ്റെ ഭാര്യ സന്തോഷം കൊണ്ട് കരഞ്ഞു. മക്കളുടെ നിലപാട് എന്തായിരുന്നു? മക്കള് ചെറിയ മക്കളാണ്, അവർക്ക് അങ്ങനെ വലിയ നിലപാടുകളൊന്നുമില്ല, അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ വളരെ സന്തോഷിച്ചു. കാരണം അമ്മയുടെ ഒരു പ്രാർത്ഥന എൻ്റെ ഇതിന്റെ പുറകിലുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുന്നതിന്റെ പിന്നിൽ യഥാർത്ഥ കാരണം എൻ്റെ അമ്മയാണ്. അമ്മച്ചിയുടെ മാനസാന്തരം, അതൊരു ചരിത്രം. സോറി, അമ്മച്ചിയുടെ നിരന്തരമായ പ്രാർത്ഥന ഈ മാനസാന്തരത്തിന്റെ പിന്നിലുള്ളത്. ആ സംഭവം വേണം ഞാനൊന്ന് വിവരിക്കാൻ. അത് വളരെ ടച്ചിങ്. തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ശുശ്രൂഷയിൽ ഈ ടെലിവിഷൻ പ്രേക്ഷകരിൽ ഒരുപാട് അമ്മമാരുണ്ട്. അമ്മമാര് ഈ പിന്നെ സീരിയലുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വാസ്തവത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു വലിയ ആഹ്വാനം നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ പറ്റും. ഞാനതിങ്ങനെ ഓർക്കുകയാണ്. 1985 മുതലാണ് ഞാൻ മധ്യവ്യവസായത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ 86 കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് സ്ഥലം വാങ്ങി, 87 കെട്ടിടം കെട്ടി, 88 തന്നെ ബാർ ലൈസൻസ് നേടി. അപ്പോൾ ഈ ബാർ ലൈസൻസ് എല്ലാം നേടിയപ്പോൾ എൻ്റെ അമ്മച്ചി ചാനും നാട്ടുകാരും ഒക്കെ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നല്ലാതെ ആർക്കും അങ്ങനെ വലിയൊരു അഭിപ്രായ വ്യത്യാസമില്ല. ആ സമയത്ത് തലശ്ശേരി രൂപതാധ്യക്ഷൻ വലിയമറ്റം പിതാവ് കാസർഗോഡ് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഔസേപ്പച്ച ഈ ബാർ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. അപ്പം മെത്രാന്മാരും വൈദികരും ഒക്കെ ധാരാളമായി കയറി ഇറങ്ങുന്ന വീടായിരുന്നു. അവർ ബാർ അടയ്ക്കാൻ വേണ്ടി പറയാൻ മാത്രം ഞാൻ അടച്ചില്ല. എൻ്റെ ഇച്ചാച്ചന് ഒരു ഡോക്ടറായിരുന്നു, റിട്ടയർഡ് സിവിൽ സർജനെ, കൈക്കൂലി പോലും വാങ്ങിക്കാതെ ജീവിച്ചൊരു മനുഷ്യനാണ്. അങ്ങനെ പറഞ്ഞു ബാർ വേണ്ട ഔസേപ്പച്ച, ഞാൻ കേട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1989 ജനുവരിയിൽ എൻ്റെ അമ്മച്ചി ഒരു ധ്യാനം കൂടാൻ പോയി. അത് ഈ മഞ്ഞാക്കളച്ചൻ്റെ ധ്യാനമായിരുന്നു. 12 മക്കളുടെ അമ്മ, ഈ മക്കളെല്ലാം നല്ല നിലയിൽ പോകുന്നതിൽ അഭിമാനമുള്ള അമ്മ ഈ ധ്യാനം കൂടി ഇപ്പം അമ്മയ്ക്കൊരു മാനസാന്തരം. ദൈവമേ, ഞാൻ എൻ്റെ മക്കളെ വളർത്തി അവർക്ക് വീട് കൊടുത്തു, കാറ് കൊടുത്തു, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എല്ലാം വീട്ടിലുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് വിശ്വാസം കൊടുത്തില്ലല്ലോ, യേശുവിനെ കൊടുത്തില്ലല്ലോ എന്നുള്ള ആ വിഷമം അമ്മച്ചിയുടെ മനസ്സിൽ പറഞ്ഞു. അമ്മച്ചി 12 മക്കളെയും പരിശോധിച്ചപ്പോൾ അതിൽ ഏറ്റവും കുഴപ്പക്കാരൻ ഞാൻ. ഇപ്പോൾ കാഞ്ഞങ്ങാട് തൊടുപുഴ നിന്ന് അമ്മച്ചി കാഞ്ഞങ്ങാടിൽ എൻ്റെ വീട്ടിലേക്ക് അന്ന് ട്രങ്ക് ഫോൺ, മൊബൈൽ ഫോണില്ല, ഡയൽ ചെയ്ത് വിളിക്കാൻ തുടങ്ങി, ബാർ അടയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ കുറേ അമ്മച്ചി എന്നെ വിളിക്കണ്ട, ബാർ അടയ്ക്കല, ഗവൺമെൻറ്റാണ് ബാർ ലൈസൻസ് തരുന്നത്, ഗവൺമെൻറ്റാണ് ബ്രാൻഡ് തരുന്നത്, ഞാൻ കൊടുത്തില്ല മറ്റൊരാൾ കൊടുക്കും. ഞാൻ ബാർ അടച്ചുകൊണ്ട് വരുമാനമുള്ളൂ. ഞാൻ ബാർ അടച്ചുകൊണ്ട് കാസർഗോഡ് ആരും മദ്യപാനം നിർത്തുന്നില്ല. അതുകൊണ്ട് അമ്മച്ചി എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ് അമ്മച്ചിയെ ഞാൻ നിരുത്സാഹപ്പെടുത്തി. ഈ സമയത്ത് ഈ അമ്മച്ചി ഈ സ്വർഗത്തെക്കുറിച്ച് ബോധ്യം കിട്ടിയ അമ്മച്ചി എൻ്റെ നിത്യജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞ അമ്മച്ചി ആ നാട്ടിലുള്ള നല്ല പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാരെ വീട്ടിൽ വിളിച്ച് വരുത്തി അവർ ഒരു ദിവസം ഞായറാഴ്ച 4 മണിക്ക് അവർക്ക് കാപ്പിയെല്ലാം കൊടുത്തിട്ട് ഒരു കൊന്ത കയ്യിലെടുത്ത് കൊടുത്തു. ആ പറഞ്ഞ വാക്കുകളാണ് അത്. ഞാൻ അറിഞ്ഞിട്ട് 6 വർഷമായുള്ളൂ. അമ്മച്ചി 99 മരിച്ചുപോയി. ഞാൻ അറിയുന്നത്, ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ട് 6 വർഷമായുള്ളൂ. അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അമ്മച്ചി പറയാ, മക്കളെ നിങ്ങളെല്ലാം ഞാൻ വിളിച്ചു വിട്ടത് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. എന്നെ അമ്മച്ചി മക്കൾ കുഴപ്പം, എൻ്റെ മകൻ 4-ാമനോട്ടുള്ള ഔസേപ്പച്ചൻ ഒരു വേണ്ടി പ്രാർത്ഥിക്കണം. അവനെല്ലാം അമ്മച്ചി കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് വലിയ കാറയിലൊക്കെ വന്ന് അമ്മച്ചിക്ക് വലിയ സമ്മാനമൊക്കെ തന്നിട്ട് പോയതാണ്. എന്താ കുഴപ്പം? വല്ല ക്യാൻസർ വല്ലതും ആണോ? അവന് ക്യാൻസറാ, ശരീരത്തിനല്ല ആത്മാവിനാ. അവൻ്റെ ആത്മാവ് ക്യാൻസർ പിടിച്ചിരിക്കുക. അവൻ്റെ ദൂർത്തപത്രനാ. അവൻ പന്നി മേയ്ക്കാൻ കാസർഗോഡ് പോയിരിക്കുക. അവൻ പന്നിക്കൂട്ടിലാണ് കിടക്കുന്നത്. അവൻ യേശുവിലേക്ക് വരണം, യേശുവിനെ അറിയണം, അവൻ്റെ നിത്യജീവൻ ഉറപ്പ് വരുത്തണം. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം.
അമ്മച്ചി 3-4 ദിവസത്തെ പ്രാർത്ഥിച്ചതായിട്ട് ഈ ചേട്ടൻ പറഞ്ഞു, ഈ വ്യക്തിയോട് പറഞ്ഞു. അമ്മച്ചിയുടെ ആ പ്രാർത്ഥന ഓർക്കുന്ന സമയത്ത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ചെവിയെ പിടിച്ചു. എൻ്റെ ജീവിതത്തിൽ ചില തകർച്ചകൾ, ചില തിരുത്തലുകൾ, ചില ശിക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകിയ. ഞാനൊരു സ്മോളും 2 സ്മോളൊക്കെ കഴിച്ച് അതിജീവിക്കാൻ നോക്കിയെങ്കിലും ഗത്യന്തരമില്ലാതെ 1989 ഡിസംബർ 15-ാം തീയതി ഈ മഞ്ഞാക്കൽച്ചൻ്റെ ധ്യാനം കൂടാനായിട്ട് ധ്യാനം കൂടണമെന്ന് തോന്നാൻ എന്തെങ്കിലും ഒരു തോന്നാൻ കാരണമുണ്ട്. എൻ്റെ കാഞ്ഞിരപ്പള്ളിയുള്ള എൻ്റെ ഒരു പെങ്ങള് പുൽപ്പേൽ റോസമ്മ ഈ ധ്യാനം കൂടിയതാ. നമ്മുടെ പുൽപ്പേൽ ടെക്സ്റ്റൈലിന്റെ ഉടമസ്ഥന്റെ ഭാര്യ എന്നെ അതൊരവസരപ്പച്ചൻ എന്നോട് പറയണ കൊച്ചായി, എന്നെ കൊച്ചായി എന്ന് വിളിക്കുന്നത്. കൊച്ചായി, മഞ്ഞാക്കൽച്ചൻ്റെ ധ്യാനം കൂടും. ഈ ധ്യാനം കൂടി കഴിയുമ്പോൾ കൊച്ചയ്ക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, ടെൻഷനൊക്കെ മാറും. ആ ടെൻഷൻ മാറ്റാനായിട്ട് ഞാൻ പോയത്. ഞാൻ അവിടെ ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഈ ലോകത്തിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ലോകത്തിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു മനസ്സമാധാനം, ഒരു സന്തോഷം, ബിസിനസിന്റെ വളർച്ചയ്ക്കായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് കാസർഗോഡ് മാത്രമല്ല കാഞ്ഞങ്ങാടും പയ്യന്നൂരും ഞാൻ ബാറിന് സ്ഥലം നോക്കിയിരിക്കുകയാണ്. ഇതെല്ലാം നന്നാകുമെന്ന് വിചാരിച്ച് ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് സ്വർഗത്തെക്കുറിച്ച്, നിത്യജീവിതത്തെക്കുറിച്ച് ഒരു ബോധ്യം ലഭിക്കുന്നത്. യേശു എന്തിനു വേണ്ടിയാണ് കുരിശിൽ പറഞ്ഞ് മരിച്ചത് എന്ന് തിരിച്ചറിവ് ലഭിക്കുന്നത്. ആ ബോധ്യം കണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഗതി മാറി. ഏതാണ് നേട്ടം, ഏതാണ് കോട്ടമെന്ന് തിരിച്ചറിഞ്ഞ്, ഏതാണ് ലാഭം, ഏതാണ് നഷ്ടമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ബോധ്യപ്പെടുത്തിയപ്പോൾ യേശുനാമത്തെ ഞാൻ തീരുമാനം എടുത്തു. അന്ന് എനിക്ക് കടബാധ്യത 10 ലക്ഷം രൂപ കടമുണ്ട്. അന്ന് എനിക്ക് സ്വന്തമായിട്ട് വീടായിട്ടില്ല, എൻ്റെ മകളെ കെട്ടിക്കാനുണ്ട്. അതൊക്കെ ദൈവം നോക്കിക്കോളും, എന്തു വന്നാലും വേണ്ടില്ല, അടച്ചിട്ടേ കാര്യമുള്ളൂ. ആദ്യമൊക്കെ പിശാച് അങ്ങനെ ചിന്തിപ്പിച്ചു. പക്ഷെ അവസാനം ഞാൻ തീരുമാനമെടുത്തു, പട്ടിണി കിടന്ന് മരിച്ചാലും വേണ്ടില്ല, മദ്യം വിറ്റ് മറ്റൊരുവനെ നശിപ്പിച്ചിട്ട് ഈശോയുടെ സ്നേഹത്തിൽ വരുന്ന വരുമാനം വേണ്ട തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആരെങ്കിലും ഇതിനോട് ശക്തമായിട്ടൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു? എതിർപ്പ് ബന്ധുക്കാരും കാര്യമായിട്ട് പറഞ്ഞില്ല. കൂട്ടുകാരും നാട്ടുകാരെല്ലാം പറഞ്ഞത് വിഡ്ഢിത്തരമാണ്, ഇത് മണ്ടത്തരമാണ്, അതുകൊണ്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് പലരും പിന്തിരിപ്പിക്കാൻ നോക്കി, പരിഹസിക്കാനും നോക്കി. പലരും അന്നുവരെ എന്നെ കണ്ടാൽ വളരെയധികം സ്വകാര്യത ഉണ്ടായിരുന്ന പലരും അതിനുശേഷം എന്നെ കണ്ട് അറിയാതെയായി. അവർക്കത് മനസ്സിലാകുന്നില്ല, ആ ഭാഷ മനസ്സിലാകുന്നില്ല. ഈശോയുടെ സ്നേഹം, ഈശോയുടെ കുരിശുമരണത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു. എനിക്ക് മനസ്സിലായി, എനിക്കത് യാതൊരു പരിഭവം ഉണ്ടായിരുന്നു. ഏറെക്കുറെ ആ സമയത്ത് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം എത്ര രൂപയുടെ വരുമാനം നമുക്ക് ഈ ബാർ ഹോട്ടലിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു? അതങ്ങനെയല്ല, ഞാൻ മദ്യവ്യവസായത്തിലുണ്ടായിരുന്നു, ബാർ ഹോട്ടലുണ്ടായിരുന്നു. ഈ മദ്യവ്യവസായത്തിലെ വരുമാനം അത് പലരും കൂടി ഷെയറാണ്. ബാർ ഹോട്ടലിൻ്റെ സ്വന്തമാണ്. ആ ബാർ അവിടെ തുടങ്ങി സ്ഥലമെടുത്ത് കെട്ടിടം കെട്ടി കാസർഗോഡ് ബസ് സ്റ്റാൻഡ് വരികയാണ്. ആ ബസ് സ്റ്റാൻഡ് വരുന്നതോട് ചേർന്ന് തന്നെ ഞാൻ സ്ഥലമെടുത്ത് കെട്ടിടം കെട്ടി. വെച്ചാൽ പള്ളിയോ അമ്പലം വന്നാൽ പിന്നെ ബാർ ലൈസൻസ് കിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ബാർ വാങ്ങിയെങ്കിലും തുടങ്ങി ലൈസൻസ് എടുത്തെങ്കിലും ബസ് സ്റ്റാൻഡ് ഫുൾ സിങ്ക് ആയില്ല. ഞാൻ ആ നടത്തിയ കാലഘട്ടങ്ങളിൽ അങ്ങനെ വലിയ വരുമാനം വന്നില്ല. ഞാൻ ഈ നിർത്തിയ വർഷത്തോടു കൂടി ബസ് സ്റ്റാൻഡ് ഫുൾ സിങ്ക് ആയി. ആ ബാർ അടച്ചതിന് ശേഷം അവിടെ വലിയ ബസ് സ്റ്റാൻഡായി മാറി. ആ അവസ്ഥ നോക്കാമെങ്കിൽ നിർത്തിയ വർഷവും അതിൻ്റെ പിറ്റേ വർഷവും ഒരു 3 കോടി 4 കോടി രൂപ വർഷം വരുമാനം ലഭിക്കാമായിരുന്നു. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇത് അടഞ്ഞു കിടക്കുക. 30 വർഷമായിട്ട്. അതായത് അപ്പോൾ ഇത് 90-ലാണ് ഈ സംഭവം. 90-ലാണ് സംഭവം. അപ്പോൾ അതിനുശേഷം നമുക്ക് വാസ്തവം പറഞ്ഞാൽ ഏകദേശം കോടാനുകോടികളുടെ നഷ്ടം. അത് പറയാൻ പറ്റാത്ത നഷ്ടമാണ്. ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ കോടാനുകോടി നഷ്ടമാണ്. 150-200 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവും. പിന്നെ ഈ ലോകത്തിന്റെ അംഗീകാരം, അതിലും വലിയ കാര്യമാണ്. നമ്മളെല്ലാവർക്കും ഒരു പ്രശസ്തി, നമുക്ക് നല്ല കാറ്, വലിയ വീട്, ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണ്. ഇതെല്ലാം വേണ്ടെന്ന് നോക്കാൻ ദൈവനെ ശക്തിപ്പെടുത്തുക. പലരുടെ കൂട്ടുകെട്ടുകളൊക്കെ അതോടെ തീർന്നു കാണുമല്ലോ. പല കൂട്ടുകെട്ടുകളും തീർന്നു, പല ബന്ധങ്ങൾ തീർന്നു, പല കൂട്ടുകാരെന്നെ വിട്ടുപോയി. തന്നെയല്ല, ഈ ലോകത്തിന്റെ ജീവിതത്തിൽ ഞാനും വേർത്തു. മനസ്സുകൊണ്ട് എനിക്ക് അതിനൊരു മാറ്റം കിട്ടും. അതുവരെ എനിക്ക് ഈ കേരളത്തിലെ ഏത് കാറ് വന്നാലും, ഇന്ത്യയിലെ ഏത് കാറും ആദ്യം എടുക്കണം, നല്ലപോലെ സ്വർണ്ണമാല ഉപയോഗിക്കണം, വലിയ വീട് വേണം, ഏറ്റവും നല്ല എന്തുണ്ടോ അതെല്ലാം ഒരു വലിയ മുതലാളിയാകുകയും അതിനോട് വലിയ അഭിനിവേശമായിരുന്നു. ഒരു എന്താ വല്ല വാങ്ങിക്കൂട്ടണം എന്നുള്ള വലിയൊരു തൃപ്തിയായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ടു. പൗലോസ് അപ്പോസ്തലനെ പോലെ തന്നെ തനിക്ക് നേട്ടമായിരുന്നതെല്ലാം ഫിലിപ്പിയർ 3:7 ഉച്ചിഷ്ടം പോലെ ഉപേക്ഷിക്കും. യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം, യേശുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. അതിനു മുമ്പ് എനിക്ക് ക്രിസ്തു വിശ്വാസമുണ്ട്, ദൈവവിശ്വാസം എല്ലാം ഉണ്ടെങ്കിലും ഒരു ജ്ഞാനം ലഭിച്ചിരുന്നില്ല. ആ ജ്ഞാനം എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് ഈ ലോകത്തിന് നേട്ടമായിരുന്നില്ല, ഉച്ചിഷ്ടം പോലെ ചപ്പും ചവറും എത്തണം ദൈവശക്തി. പണ്ടത്തെ എൻ്റെ ജീവിതം ഇപ്പോഴത്തെ ജീവിതമായിട്ട് കണ്ടിട്ട് ആൾക്കാരിങ്ങനെ പറയാറുണ്ട്, അസുഖിച്ച നിങ്ങളുടെ കഴുത്തെ പണ്ട് വലിയ സ്വർണ്ണമാലയുണ്ട്, ഇപ്പം കാണുന്നില്ല, കൊന്തയാണല്ലോ കാണുന്നത്, റാഡോ വാച്ച് എന്തി, സ്വർണ്ണ മോതിരം എന്തി, കാർ എന്തി എന്ന്. ഞാനത് മനഃപൂർവ്വം പറിച്ചഴിച്ച് മാറ്റിവെച്ചതല്ല. പക്ഷെ ഞാൻ അതിൽ കൂടുതൽ തൃപ്തനാണ്. ഞാൻ ആലോചിച്ച് ദൈവം ഈ തൃപ്തി എനിക്ക് എവിടെ നിന്ന് തന്നു? അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും നമുക്കില്ലെങ്കിലും തൃപ്തി തരാൻ ദൈവത്തിന് സാധിക്കും.
ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും വിലയുള്ളവനാണ്. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്ങിന് ആവശ്യമില്ല. ഇത്ര ആഴമേറിയ ഒരു വിശ്വാസത്തിലേക്ക് വരാനായിട്ട് ഒരുപാട് പേര് ധ്യാനം കൂടുന്നുണ്ട്. പക്ഷേ കേവലം ഒരു ധ്യാനം കൂടിയപ്പോൾ അല്ലെങ്കിൽ കുറച്ച് വചനങ്ങൾ കേട്ടപ്പോൾ ഇത്ര ആഴമേറിയ ഒരു വിശ്വാസം അത് എങ്ങനെയാ രൂപപ്പെടാനുള്ള കാരണം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇത്രയും വരുമാനമുള്ള ഒരു ബാർ ഹോട്ടൽ അടച്ചു പൂട്ടാൻ മാത്രം ഒരു വിശ്വാസം ബോധ്യം ലഭിച്ചു എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്, അല്ലേ? അതെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. കാരണം ഇതൊരു സാധാരണ ഒരു മനുഷ്യൻ അത്ര പെട്ടെന്ന് നമുക്കൊരു 10 രൂപ ചുമ്മാ കളയാനായിട്ട് ആരും തയ്യാറാവുകയില്ല. അവിടെയാണ് കോടാനുകോടികൾ ചുമ്മാ പുല്ലുപോലെ വലിച്ചെറിയാനുള്ള ഒരു തീരുമാനം എടുക്കുക, ആ സമർപ്പണം. ഞാൻ ഈ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ 3-4 ദിവസങ്ങളിൽ ഞാൻ അവിടെ കേട്ട വചനങ്ങൾ ഒന്നൊന്നായിട്ട് എന്നെ സ്പർശിച്ചു. ആ വചനത്തിൻ്റെ ഒരു ആഴത്തിലേക്ക് പോയപ്പോൾ ദൈവം വ്യക്തിപരമായിട്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം തൻ്റെ മകൻ, തൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ ലോകത്തുള്ള സകലരുടെയും നിത്യജീവൻ തരാനാണ്, സ്വർഗം തരാനാണെന്ന് തിരിച്ചറിവ് ലഭിച്ചു. യോഹന്നാൻ 3:16 തന്നെ വിശ്വസിക്കുന്ന ഒരുവൻ പോലും, ക്രിസ്ത്യാനി മാത്രമെന്നല്ല, ഈ ലോകത്തുള്ള ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിനാണ് തൻ്റെ ഏകജാതനെ നൽകുവാൻ അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യേശു ദൈവമാണെന്ന് പിശാചും വിശ്വസിക്കുന്നു, എല്ലാവർക്കും അറിയാം. അതെ, അത്യുന്നതന്റെ പുത്ര യേശു ക്രിസ്തുവേ എന്നാണ് ലഗിയോൻ ബാദന് പോലും യേശുവിനെ കണ്ട് പറയുന്നത്. ഞാനും അങ്ങനത്തെ വിശ്വാസിയായിരുന്നു, ഒരു നാമമാത്ര ക്രിസ്ത്യായിരുന്നു, ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു. അതിനപ്പുറത്ത് എനിക്കൊരു ബോധ്യമോ വചന വായനയോ ഒരു ധ്യാനമോ ഒരു മരണാന്തര ജീവിത ചിന്ത എനിക്കുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ എൻ്റെ ചിന്തയിൽ ധ്യാനത്തിന് 3-ാം ദിവസം 4-ാം ദിവസം തൊട്ട് ആത്മരക്ഷ, നിത്യജീവൻ, സ്വർഗം, മരണാന്തര ജീവിത ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു. അതുവരെ ഞാൻ ധ്യാനിക്കാൻ പോയത് ഈ ലോകത്തിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ അവിടെ കേട്ട ദൈവത്തിൻ്റെ തിരുവചനം എൻ്റെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചു. ഈ ലോക ജീവിതത്തിന് അപ്പുറത്തൊരു ജീവൻ സ്വർഗത്തിലുണ്ട് എന്നൊരു ഗ്യാരണ്ടി എൻ്റെ മനസ്സിൽ ദൈവം പതിപ്പിച്ചു. അതാണ് ഇതാ പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലായി. വലിയൊരു ഉറപ്പ് കിട്ടി, നിത്യജീവനെ കുറിച്ച് ഉറപ്പ് കിട്ടി. ആ ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ ഉറപ്പിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കണം എന്ന് തീരുമാനിച്ചെടുത്തു. പാപത്തെയും പാപ സന്തോഷങ്ങളെയും പാപ വരുമാനങ്ങളെയും പാപ കൂട്ടുകെട്ടുകളെയും പുറത്തുപേക്ഷിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് എനിക്ക് ബോധ്യം ലഭിച്ചു. അവിടെ നിന്ന് എനിക്കുണ്ടായ ചിന്ത ഇതാണ്. അൽഫോൻസാമയെ സഭ വിശുദ്ധയെ പ്രഖ്യാപിച്ചു, പലരും വിശുദ്ധരെ പ്രഖ്യാപിച്ചു. അൽഫോൻസാമ സ്വർഗത്തിൽ പോയി അൽഫോൻസാമയ്ക്ക് കൊള്ളാം, യേശുവിനെ ദൈവത്തെ മുഖാമുഖം കാണാം, ദൈവത്തെ ആരാധിക്കാം. ഞാനും നിത്യജീവനിലേക്ക് പ്രാപിച്ചില്ല, എനിക്ക് ഈ നന്മ കിട്ടില്ല. ഞാൻ നരകത്തിൽ കിടന്നിട്ട് അൽഫോൻസാമ സ്വർഗത്തിലുണ്ടെന്ന് പറ്റി എനിക്കൊരു കാര്യമില്ല. അപ്പോൾ എനിക്കൊരു വിശുദ്ധനാകണം, ഒരു വിശുദ്ധനാണെന്ന തിരിച്ചറിവ് എൻ്റെ മനസ്സിൽ വന്ന് പതിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ്, ഒരു വിടുതൽ. ആ കാലം വരെ എൻ്റെ ജീവിതം അത്ര വിശുദ്ധമായിരുന്നില്ല. ജഡികഭാവങ്ങൾ, മദ്യപാനാസക്തി, ധനാസക്തി, അഹങ്കാരം, ഈ ലോകത്തിൻ്റെ ലൗകികതയ്ക്ക് വേണ്ടി ഒരു വ്യഗ്രത ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ മനസ്സിനെ കീഴ്മേൽ മറിച്ച് ഒരു പുതിയ വ്യക്തിയാക്കി ദൈവം എന്നെ രൂപാന്തരം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സകലത്തിനെയും കരിച്ചു കളഞ്ഞു. ആ ഒരു കത്തല്, ആദ്യ ധ്യാനത്തിലെ ആ കത്തൽ എനിക്ക് കിട്ടി. ആ കത്തൽ ഇന്നും അതിൻ്റെ പുതുമയിൽ പിടിച്ചു. ആ പുതുമയിൽ ഇന്ന് നിർത്തി തരുന്നതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവകൃപ. ആ തീ പിടിച്ചപ്പോഴാണ് ശരിക്കും വാസ്തവത്തിൽ നിത്യജീവനെ കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ഉള്ളിൽ. അത് ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ മത്തായി 13:44 നിധി ഇരിക്കുന്ന വയൽ, വളരെ പ്രശസ്തമായ ഒരു സുവിശേഷ ഭാവമാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട സുവിശേഷ. ആ നിധിക്ക് തുല്യം. ആ നിധി, യഥാർത്ഥ നിധി എന്താന്ന് ബാക്കിയെല്ലാം വിറ്റ് ഇത് മറച്ചു വെച്ചിട്ടാ ഈ സ്വർഗം എന്നുള്ള രഹസ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതുവരെ എനിക്ക് നേട്ടമായിരുന്ന ഈ ലോകത്തിന്റെ നേട്ടം, മദ്യത്തിന്റെ സുഖം, മറ്റെല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് ആ നിധിയെ സ്വന്തമാക്കാൻ തീരുമാനമെടുക്കാൻ എനിക്ക് സാധിച്ചു. ആ ബോധ്യമാണ് ആ കോടികൾ വരുമാനം ലഭിക്കുന്ന ഈ ലോകത്തിന്റെ വലിയ അംഗീകാരം കിട്ടിക്കൊണ്ടിരുന്ന കാസർഗോഡ് കാവേരി ബാർ അടച്ചു പൂട്ടാൻ തയ്യാറാണ്. എനിക്ക് തോന്നുന്നു പിന്നീടുള്ള ഈ ബ്രദറിന്റെ ഈ സുവിശേഷ വേലയോട് ബന്ധപ്പെട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ചിട്ടുള്ളത് നിത്യജീവനെ കുറിച്ചാണ്. നിത്യജീവനെ കുറിച്ച് പറയാം എനിക്കൊരു ബോധ്യമാണ്. ഞാനതിങ്ങനെ അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 10 വർഷം 93 തൊട്ട് 2003 വരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ബുധനാഴ്ചയും ക്ലാസ് എടുക്കുമായിരുന്നു.
അപ്പോൾ പനക്കിലച്ചനോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട പനക്കച്ചൻ പറഞ്ഞു, ബ്രദറെ നിത്യജീവനെക്കുറിച്ച് സംസാരിക്കാനുള്ള വരം നിങ്ങൾക്കുണ്ട്, ബ്രദർ അത് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ സ്വർഗത്തെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ച് നല്ല ചിന്ത എനിക്ക് വരുന്ന കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചിയുടെ ഒരു എഴുത്തുണ്ട് മരണത്തിന് മുമ്പ്. ആ എഴുത്തിനിങ്ങനെ അമ്മച്ചി പറയാണ്, ഈ എഴുത്തിൻ്റെ അവസാനത്തെ എഴുത്താണ്, മരണം വരെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് എഴുത്ത് എഴുതിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്കൊരു എഴുത്തെഴുതാൻ ദൈവം എനിക്ക് അവസരം തരുമോ ഇല്ലെന്ന് അറിയത്തില്ല. സ്വർഗരാജ്യ ലക്ഷ്യമാക്കി ജീവിക്കണം, സ്വർഗം തട്ടിയെടുക്കണം, സ്വർഗത്തിൽ ഒരു നാൾ ഒരുമിച്ച് നമുക്ക് കണ്ടുമുട്ടണം, അല്ലെങ്കിൽ ഈ ലോകത്ത് കഷ്ടപ്പെട്ടതെല്ലാം വൃഥയായി പോകും. ഒരു കത്ത് അമ്മച്ചി എഴുതി മക്കൾക്ക് വേണ്ടി. ആ കത്ത് എഴുതിയ കത്ത് എനിക്ക് എൻ്റെ പേരിലല്ല എഴുതിയേക്കാൻ, വേറെ 2-3 മക്കളുടെ പേരിലാണ്. ഈ എഴുത്ത് എനിക്ക് വായിക്കാനിട വന്നു. ഈ അമ്മച്ചി ഇത് പറഞ്ഞ് 30 ദിവസം അമ്മച്ചി മരിക്കുക. അപ്പോൾ അമ്മച്ചിയെ കൊണ്ട് ദൈവം സ്വർഗമാണ് എഴുത്തെഴുതിച്ചിരുന്ന് ഞാൻ വിശ്വസിക്കുക. സ്വർഗത്തിന്റെ സുവിശേഷം ഒത്തിരി സ്വാധീനിച്ചു. ആ എഴുത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടി ഞാൻ ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് മറ്റു ബിസിനസ്സുകളൊന്നും ചെയ്യുന്നില്ല. അത് ഒരു വലിയ കാര്യമാണ്. 2 തിമോത്തി 2:4 പറയുന്നുണ്ട്, സൈനിക സേവനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്തവന്റെ ആളിഷ്ടം മറ്റു കാര്യത്തിൽ തലയിടാറില്ല. മറ്റു കാര്യത്തിൽ തലയിടാൻ പോകുന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം. സൈനിക സേവനത്തിന് ഏൽപ്പിച്ച സൈനിക സേവനം നടത്തുന്ന പടയാളി ആ സൈനിക സേവനം നമ്മളെ നിയോഗിച്ച ആ വ്യക്തിയുടെ ആഗ്രഹത്തിന് അപ്പുറത്ത് വേറെ ചിന്തയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വെളി കെട്ടിയിരിക്കുന്ന വ്യക്തികൾ ആ ദൗത്യത്തിൽ നിന്ന് മാറി അത് സാത്താന്റെ പല പരിപാടികളിലേക്കും പോകുന്നതാണ് നമ്മുടെ സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ പരാജയം. ഞാൻ ആൽബർഷപ്പിന്റെ പറഞ്ഞ ഒരു കാര്യങ്ങൾ വലിയൊരു ആത്യന്തികമായിട്ട് വലിയ പരാജയം പറയാം. അതിന് സാത്താൻ അതിന് പുറകിൽ വലിയ പ്രവർത്തനമുണ്ട്. ഞാൻ ഡിവൈൻ തന്നെ 10,000 പേരിരിക്കുന്നിടത്ത് ഈ സ്വർഗത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക. ആൾക്കാർ വളരെ ജാഗ്രതയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമൂഹമുണ്ട്. ഒരു കാലത്ത് ഗൾഫിൽ നിന്ന് ഒരു അമ്മച്ചി എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഓടി നിന്ന് കെട്ടിപ്പിടിക്കുക. ഗൾഫിലൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഭർത്താവേ ഈ കേരളത്തിൽ ആരും സ്വർഗത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ഈ അമ്മച്ചിയുടെ സന്തോഷം കൊണ്ട് ഞാനും സന്തോഷിച്ചു. പക്ഷേ അതിൽ നിന്നാണ് എന്നെ പ്രസംഗിപ്പിച്ചില്ല. ഈ സ്വർഗത്തിൻ്റെ ക്ലാസ് 1.5 മണിക്കൂർ സമയമാണ്. ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കട്ടാവും. ഒരു നാൾ 5 പ്രാവശ്യം കറണ്ട് കട്ടാവും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ പോവാ. ഒരു നാൾ 1 ലക്ഷം ജനറേറ്റർ കട്ട് ചെയ്ത് പോയി. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ ക്ലാസ് എടുക്കാൻ പറ്റില്ല അച്ഛാ, എന്തായാലും കാരണം? അച്ഛനോട് പറഞ്ഞു, 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളെ മനസ്സുകളെ അന്ധമാക്കി വെച്ചിരിക്കുന്നു, തന്മൂലം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷം അവർക്ക് ദൃശ്യമല്ല. പ്രിയപ്പെട്ടവർ, നമുക്കൊരു സമ്മതിക്കില്ല. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറയും. യഥാർത്ഥ ആവശ്യം, ഈശോയുടെ ആഗ്രഹം, നിങ്ങൾ ലോകത്തും പോകുമ്പോൾ സുവിശേഷം ഈശോയുടെ ആഗ്രഹം പറയാനോ പറയിപ്പിക്കാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ ആരുമില്ല. അത് സാത്താൻ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഈ പരമമായ സത്യം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ബ്രദർ നമ്മുടെ ഈ കണ്ട കഴിഞ്ഞ 30 വർഷക്കാലമായി ജീവിതം മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിരിക്കുക. അത് എനിക്ക് എൻ്റെ ഒരു ദൗത്യമാണ്. കർത്താവ് എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എനിക്ക് അതിനപ്പുറത്തൊരു ജീവിതമില്ല. പൗലോസ് പറഞ്ഞ പോലെ ഫിലിപ്പിയർ 1:21 എനിക്ക് ജീവിതം ക്രിസ്തു മരണം നേട്ടവുമാണ്. എന്തുകൊണ്ട് പൗലോസ് പറഞ്ഞു? ക്യാൻസർ പിടിച്ചിട്ടോ ഭാര്യ ഉപേക്ഷിച്ചിട്ടോ കടബാധ്യത കൊണ്ടല്ല. യേശുവിന്റെ സ്നേഹം അറിഞ്ഞ പൗലോസിന് അത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ അനേകർ തീ പിടിച്ചിട്ടുണ്ട്. ഈ തീ പിടിച്ച ആൾക്കാരെ ഇതുപോലെ ഓടുകയാണ്. പ്രത്യേകിച്ച് കേരള സഭയിൽ ഒരുപാട് ആൾമേര് കർത്താവിന് വേണ്ടി ഊട്ടുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുക. എൻ്റെ പുറകിലുള്ള ആ സന്ദേശം ഇതാണ്: സ്വർഗത്തിൻ്റെ വ്യാപനം, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാവരും അറിയിക്കുക എന്നുള്ളത്. ആ സ്വർഗത്തിന്റെ സുവിശേഷം അറിഞ്ഞ് എന്നെ പോലെ വേറെയും കേരളത്തിൽ 8 പേര് ബാർ ഹോട്ടൽ അടച്ചിട്ടുണ്ട്. 8 പേര് 100-150 കോടി വേണ്ടെന്ന് വെച്ച് 8 പേര് കേരളത്തിലുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഇത്ര വലിയ ജീവിതം എടുത്ത്? അവരും പറഞ്ഞിതാ, ഇവിടെ അങ്ങോട്ട് തീരുന്നല്ല എൻ്റെ ജീവിതം. ഈ ജീവിതത്തിനപ്പുറത്ത് ജീവിതമുണ്ട്. അതെനിക്ക് തരാനാണ് എൻ്റെ ദൈവം കുരിശിൽ പിടഞ്ഞു മരിച്ചത്. ഈ തിരിച്ചറിവിട്ട് ഞാൻ എങ്ങനെ ഇനി മദ്യം വിൽക്കും, എങ്ങനെ മദ്യം കുടിക്കും? മാത്രം അവസാനിക്കുന്ന ഒരു ജീവിതമായിരുന്നെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം, എങ്ങനെയും ചിന്തിക്കാം, എങ്ങനെ എന്തും നോക്കാം, എന്തും കാണാം, എന്തും മനസ്സിൽ താലോലിക്കാം, എന്തും ആസ്വദിക്കാം. പക്ഷേ ഒരു ക്രിസ്തു വിശ്വാസി അവൻ യഥാർത്ഥത്തിൽ യേശുവിനെ അറിഞ്ഞാൽ അവനെ കണ്ണുകൊണ്ട് അവനെ പാപം ചെയ്യാൻ സാധിക്കില്ല. അവൻ്റെ മനസ്സുകൊണ്ട് പോലും പാപം ചെയ്യാൻ സാധിക്കില്ല. അവൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അവൻ നശിപ്പിക്കുകയില്ല, അവൻ സ്വയം നശിക്കുകയില്ല. ഇതാണ് എനിക്ക് മനസ്സിലായ ബോധ്യം, എൻ്റെ ജീവിത അനുഭവം പറഞ്ഞു. അവസരം ഞാൻ ഈ കർത്താവിലേക്ക് വന്നപ്പോൾ, സുവിശേഷ വേലയ്ക്കായി ജീവിതം കൊടുത്തപ്പോൾ ഒരുപാട് വില കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. ഇത്തരം തീ പിടിച്ച അനുഭവങ്ങൾ അത് കേൾക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുക. നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഈ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകണം. പ്രിയപ്പെട്ടവരെ, ഒരുവൻ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ബാക്കി സകലതും അവന് വിലയില്ലാത്തതായിട്ട് മാറും. ഏറ്റവും വിലയുള്ളത് നമ്മുടെ കർത്താവിനോടുള്ള ബന്ധമാണ്.
ഔസേപ്പച്ചൻ ബ്രദറിൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള ജീവിതമെന്ന് പറയുന്നത് അത് വളരെ സംഭവ ബഹുലമാണ്. പ്രത്യേകിച്ച് കർത്താവിന് വേണ്ടി നിലപാടെടുത്തപ്പോൾ ഈ ലോകത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾ, കൊടിയ സഹനങ്ങളുടെ നാളുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.